അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം. ഞാനൊരു PhD വിദ്യാർത്ഥിയാണ്. എനിക്ക് ത്വരീഖത്തുകളെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഏറ്റവും ബന്ധപ്പെട്ട ആൾ നിങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. എന്താണ് ഈ ത്വരീഖത്ത്? ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരീഅത്തിനെ സസൂക്ഷ്മമായി സമീപിക്കുകയും കൃത്യമായി നിർവഹിക്കുകയും ചെയ്ത ഒരു സരണിയാണ്. അതിനെ ഇസ്ലാമിക ശരീഅത്തിന്റെ സസൂക്ഷ്മ പരിപൂർത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ ഭാഷാന്തരം ചെയ്യാം. മനസ്സിന്റെ ശുദ്ധിയും ആത്മാർത്ഥതയും സമ്മേളിച്ച കർമ്മങ്ങളെയാണ് ത്വരീഖത്തുകൾ പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെയാകണമെന്ന് ഇസ്ലാമിക ശരീഅത്ത് വളരെ വ്യക്തമായി തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു മനുഷ്യന്റെ ആത്മീയമായ കാര്യങ്ങളെ കൂടി ആഡ് ചെയ്യുകയാണ് ഈ ത്വരീഖത്തുകൾ വഴി ചെയ്യുന്നത്. ഒരുപാട് പണ്ഡിതന്മാർ ഈ ത്വരീഖത്തുകളിൽ ഉണ്ട്. ഒരുപാട് പണ്ഡിതന്മാരുടെ കീഴിൽ ത്വരീഖത്തുകളുണ്ട്. നമുക്കറിയാം ഖാദിരിയ ത്വരീഖത്ത്, റിഫായിയ ത്വരീഖത്ത്, ഷാദുലി ത്വരീഖത്ത്, അങ്ങനെ ഒരുപാട് ത്വരീഖത്തുകൾ ഈ കാര്യങ്ങളിലുണ്ട്. ഖാദിരിയ ത്വരീഖത്തിൽ തന്നെ ഒരുപാട് ശാഖകളും ഉപശാഖകളും തന്നെ ഇന്ന് നിലവിലുണ്ട്. എങ്ങനെയാണ് ഈ ഖാദിരിയ ത്വരീഖത്തിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞുതരാമോ? മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ക്രോഡീകരിച്ച ദിക്റുകളാണ് ഈ ത്വരീഖത്തിന്റെ പരിധിയിൽ വരുന്നത്. അകവും പുറവും ശുദ്ധിയാക്കാൻ പാകത്തിലുള്ള ദിക്റുകൾ ആധ്യാത്മിക അന്വേഷികരായ അല്ലെങ്കിൽ മുരീദുമാരായ ആളുകൾക്ക് പകർന്നു നൽകുന്നു. എല്ലാ ദിക്റുകളും അതേപടി എല്ലാവർക്കും പകർന്നു നൽകുന്നില്ല. ഒരു മുരീദിന്റെ ആത്മബലം അനുസരിച്ച്, അതായത് ഒരു മുരീദിന് ആ ദിക്റിനെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എന്നതിനനുസരിച്ച് കൊണ്ടായിരിക്കും ആ ദിക്റുകൾ പകർന്നു നൽകുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരു രോഗി പോവുകയാണ്. അപ്പൊ ആ ഡോക്ടർ അദ്ദേഹത്തിന് ഒരു മരുന്ന് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ വെയിറ്റും ഹൈറ്റും അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥയും ആരോഗ്യവും ഒക്കെ അനുസരിച്ചായിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള മരുന്നുകൾ ഡോക്ടർ അദ്ദേഹത്തിന് പകർന്നു നൽകുന്നത് പോലെ തന്നെയാണ് ഓരോ ദിക്റുകളും ഔറാദുകളും നൽകി കൊടുക്കുന്നത്. ദിക്റിന് അതിൻ്റെതായ ചൂടും ചൂരുമുണ്ട്, ഉഷ്ണവും ശൈത്യവുമുണ്ട്, സ്വാധീനവും അതിൻ്റെതായ മഹത്വവുമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ മുരീദുമാർക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. അതെ അതെ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ത്വരീഖത്തിന്റെ ഉത്ഭവം എങ്ങനെയാണ്? കേരളത്തില് ത്വരീഖത്ത് ഉത്ഭവിച്ചത് മഹാനായ ഹളറമൗത്തിൽ നിന്ന് വന്ന സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരിയുടെ പരമ്പരയിലൂടെയാണ്. അദ്ദേഹത്തിന്റെ പരമ്പരയിൽപ്പെട്ട ഷെയ്ഖ് ഹിബത്തുല്ലാ തങ്ങൾ ചാവക്കാട്, അദ്ദേഹമാണ് കേരളത്തില് ഖാദിരിയ ത്വരീഖത്തിന് വളരെയേറെ വികസിപ്പിച്ചെടുത്ത ഒരു മഹാൻ. മാത്രമല്ല ഈ അടുത്ത കാലത്ത് സമസ്തയുടെ തന്നെ തുടക്കകാലത്തുള്ള ഒരു പണ്ഡിതനായിരുന്നു അഹമ്മദ് കോയ ഷാലിയാത്തി. അദ്ദേഹം വഴിയും നമുക്ക് ഈ ഖാദിരിയ ത്വരീഖത്തിന്റെ വികസനം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന അഹമ്മദ് റസാ ഖാൻ ബറേൽവി, അഹമ്മദ് റസാ ഖാൻ ബറേൽവിയുടെ ആ ഒരു സരണി എടുത്തു നോക്കിയാൽ നമുക്ക് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ അങ്ങോട്ടേക്ക് എത്തുന്ന സരണികൾ നമുക്ക് കാണാൻ സാധിക്കും. ഹിബത്തുല്ലാ തങ്ങൾ ചാവക്കാടിന്റെയും സരണി അതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സരണി എടുത്തു നോക്കിയാൽ ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പുത്രനായ അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്താണ് ആ സരണി എത്തുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാല് മൊഹീദ്ദീൻ മാല, മൊഹീദ്ദീൻ റാത്തീബ് തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് കേരളത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ ഖാദിരിയ ത്വരീഖത്ത് വികസിപ്പിച്ചെടുത്തത്. മൊഹീദ്ദീൻ റാത്തീബ് നമുക്കറിയാം, ഒരുപാട് ദിക്റുകളുണ്ട്, തഹ്ലീലുകളുണ്ട്, തഹ്മീദുകളുണ്ട്, അങ്ങനെ ഒരുപാട് ദിക്റുകൾ ഉൾക്കൊണ്ടതാണല്ലോ ഈ മൊഹീദ്ദീൻ റാത്തീബ്. അതിൽ നമുക്ക് വളരെ വ്യക്തമായ ദിക്റുകൾ മുഹീദ്ദീൻ ഷെയ്ഖ് നമുക്ക് പകർന്നു തന്ന ദിക്റുകൾ, അത് വളരെ സരളമായ അർത്ഥവത്തായ ദിക്റുകളാണ് നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. തുടങ്ങിയ കാര്യങ്ങൾ, അതിലൊക്കെ വളരെ അർത്ഥവത്തായ കാര്യങ്ങളുണ്ട്. അതെ, ഈ ദിക്റുകളുടെ വാക്യങ്ങൾക്കെല്ലാം ഇപ്പോൾ വളരെ വിമർശനങ്ങളും കളിയാക്കലുകളെല്ലാം നേരിടുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് ദിക്റുകൾ അധിക ആളുകളും അതിനെ കളിയാക്കുന്നവർ ത്വരീഖത്തിനെ പാടെ നിഷേധിക്കുന്നവരാണ്.
അവർ പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് ഡയറക്റ്റ് അടുക്കാം എന്നാണ്. പക്ഷെ അത് അത്ര എളുപ്പമല്ല. പണ്ഡിതന്മാർ തന്നെ ഒരുപാട് പരിശ്രമിച്ച് കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുത്തത്. അങ്ങനെയാണ് അവർ ഔലിയാക്കളും വലിയകളും ഒക്കെ ആയിത്തീർന്നത്. മുഹീദ്ദീൻ ഷെയ്ഖൊക്കെ അങ്ങനെയാണ് ആയിത്തീർന്നത്. പക്ഷെ ഈ ഇതിനെ എതിർക്കുന്ന ആൾക്കാർ, ഈ ത്വരീഖത്തിനൊക്കെ എതിർക്കുന്ന ആൾക്കാര് അവരെന്ത് ചെയ്യുന്നു? അവര് ഈ അള്ളാഹുവിലേക്ക് അടുക്കാൻ ദിക്റുകളുടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ മുഹീദ്ദീൻ ഷെയ്ഖൊക്കെ കൊണ്ടുവന്ന ദിക്റുകളെ വളരെ പാടെ തന്നെ അതിനെ നിഷേധിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാതെ അവർ ചെയ്യുന്ന പ്രവൃത്തികളാണ്. നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന ഈ പാത വളരെ അത്യാവശ്യമാണ്. ഈ കേരളത്തിൽ തന്നെ പല കള്ളത്വരീക്കത്തുകളും വരുന്നുണ്ടല്ലോ. അപ്പോ അതിനെക്കുറിച്ച് കള്ളത്വരീക്കത്തുകൾ എന്ന് പറയുമ്പോൾ ആളുകള് ഒന്നെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു അനാവശ്യ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കള്ളത്വരീക്കത്തുകൾ. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. അവരുടെ രീതിശാസ്ത്രം മനസ്സിലാക്കിയാൽ തന്നെ മതിയാകും. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, ഖാദിരിയ ത്വരീഖത്തിന്റെ പണ്ഡിതന്മാരൊക്കെ വളരെ നല്ല രീതിയിൽ അതിനെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, അത് പകർന്നു തന്നിട്ടുണ്ട്. അത് പൂർണ്ണമായും ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചു കൊണ്ടാണ് അവർ നമുക്ക് അത് പകർന്നു തന്നത്. പക്ഷെ കള്ളത്വരീഖത്തുകൾ അങ്ങനല്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ശരീഅത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കാതെയാണ് അവർ അത് കൊണ്ടുവരുന്നത്. പണ്ഡിതന്മാരൊക്കെ അവർ മുദബ്ബിറുൽ ആലം അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം അള്ളാഹുവിന്റെ അടുത്തുവരെ എത്തിക്കുന്ന രൂപത്തിലേക്ക് ചിലപ്പോൾ അവരെത്തിക്കും. അതൊക്കെ അതിന്റെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ഉസ്താദുമാര് നമ്മളോട് കള്ളത്വരീഖത്തുകൾ സ്വീകരിക്കേണ്ട എന്ന് പറയുന്നത്. ഈ ഖാദിരിയ ത്വരീഖത്തിന്റെ തന്നെ പല ശാഖകളും നമുക്കിന്ന് നിലവിലുണ്ട്. 80 പരമ്പര ഉണ്ടെന്ന് ഖലാഇദുൽ ജവാഹിർ എന്ന കിതാബിൽ കാണാം. ആ 80 പരമ്പരകൾ പല ആൾക്കാരും പല രീതിയിലും അതിനെ എടുത്തതാണ്. പല പണ്ഡിതന്മാർ, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മുരീദന്മാർ, അവരുടെ മുരീദുമാർ അവരിങ്ങനെ പ്രചരിപ്പിച്ച് അതിനെ പല രീതിയിലേക്കും മാറ്റി. എന്നിട്ട് അതിനെ ആളുകൾ എന്ത് ചെയ്യുന്നു? ദുർവ്യാഖ്യാനം ചെയ്തു. അങ്ങനെയാണ് ഈ കള്ളത്വരീഖത്തുകൾ ഉണ്ടാകുന്നത്. നമ്മൾ ഈ കാര്യത്തിൽ ഫസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിലെ പണ്ഡിതന്മാരാണ്. ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവർ ആരാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇതാക്കാം. ഞാൻ കുറച്ച് പണ്ഡിതന്മാരെ പേര് പറഞ്ഞു തരാം. അബൂബക്കർ ഉസ്മാൻ ബിൻ മർസൂഖ്, അബ്ദുൽ മലിക് ബിൻ ഈസ, അദ്ദേഹത്തിന്റെ സഹോദരൻ ഉസ്മാൻ, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറഹ്മാൻ, ഷെയ്ഖ് അബൂ മദിയൻ, മുഹമ്മദ് ബിൻ കീസാൻ, അഹ്മദുൽ ഹറമി, അബൂബക്കർ ഉസ്മാൻ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ റഹ്മത്തുള്ളാഹി അലൈഹി അവരൊക്കെ ഖാദിരിയ ത്വരീഖത്ത് ലോകത്ത് പ്രചരിപ്പിച്ചവരിൽ പ്രധാനിയാണ്. ഈ ത്വരീഖത്ത് ഇവിടെ പ്രചരിപ്പിക്കാൻ കാരണം, അത് വളരെ ലോകത്ത് സ്വാധീനിക്കാൻ കാരണം മുഹീദ്ദീൻ ഷെയ്ഖിന്റെ തന്നെ മികവും കറാമത്തുകളും കൊണ്ടാണെന്ന് നമുക്കറിയാലോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഒരു ചർച്ചയിൽ നടത്താം എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.